Hello friends, today we will discuss കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ സിവിൽ സർവീസ് പ്രീലിമിനറി എക്സാമിനേഷൻ വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. ബ്രിഡ്ജ് റിവർ ആണ്. ബോഗിബീൽ ബ്രിഡ്ജ് ആസാം, ജാഡുഗത്ത ബ്രിഡ്ജ് മേഘാലയ, തപോരിജോ ബ്രിഡ്ജ് നാഗാലാൻഡ്. വിച്ച് ഓഫ് ദ പെയേഴ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ്? ബ്രിഡ്ജ് റിവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ കറക്റ്റ് പെയേഴ്സ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ എന്നതാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ബോഗിബീൽ ബ്രിഡ്ജ് ആസാമിലെ ബോഗിബീൽ ബ്രിഡ്ജ് അത് ശരിയാണോ? കറക്റ്റാണ്. കാരണം ബോഗിബീൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ആസാമിൽ നടന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ പ്രൈം മിനിസ്റ്റർ കൂടെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ബോഗിബീൽ ബ്രിഡ്ജ് ആസാമിൽ തന്നെയാണ്. ജാഡുഗത്ത ബ്രിഡ്ജ് മേഘാലയ, അത് മേഘാലയയിൽ തന്നെയാണ്. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 53 ഒഫീഷ്യലി ട്രാൻസ്ബൗണ്ടറി റിവേഴ്സാണുള്ളത്. ഒരു ട്രാൻസ്ബൗണ്ടറി റിവറാണ് ഈ ഒരു ജാഡുഗത്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് മേഘാലയയിൽ തന്നെയാണ്, അത് കറക്റ്റ് തന്നെയാണ്. ഇനി മൂന്നാമത്തത് ദബോറിജോ ബ്രിഡ്ജ് നാഗാലാൻഡ്, അത് നാഗാലാൻഡിലാണോ? അല്ല, അത് നാഗാലാൻഡിലല്ല, അത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ ഈ അരുണാചൽ പ്രദേശിലെ ദബോറിജോ എന്ന റിവറിലാണ് ഈ ഒരു ദബോറിജോ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് ഓപ്ഷൻ കറക്റ്റ് അല്ല. അതുകൊണ്ട് ആൻസർ വരുന്നത് 1ഉം 2ഉം ആണ്. ബോഗിബീൽ ബ്രിഡ്ജ് ആസാമും ജാഡുഗത്ത ബ്രിഡ്ജ് മേഘാലയയുമാണ് ആൻസർ വരുന്നത്. ദബോറിജോ ബ്രിഡ്ജ് നാഗാലാൻഡിലില്ല, അത് അരുണാചൽ പ്രദേശിലാണ് ആ ഒരു ബ്രിഡ്ജ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ ഭരതനാട്യം, കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്. ദിസ് ക്ലാസിക്കൽ ഭരതനാട്യമാണ്. അപ്പോൾ ഭരതനാട്യം ദിസ് ഈസ് ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഇന്ത്യ. ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഇന്ത്യ ഈസ് ഒറിജിനേറ്റഡ് ഇൻ ആന്ധ്രാപ്രദേശ്. ഭരത്പൂർ ഡിസ്ട്രിക്റ്റ്. ആന്ധ്രാപ്രദേശിലാണോ ഇത്? ഭരത്പൂർ ഡിസ്ട്രിക്റ്റിലാണോ? ശരിക്കും പറഞ്ഞാൽ ഇത് ആന്ധ്രാപ്രദേശിലല്ല, തമിഴ്നാട്ടിലെ ടാഞ്ചൂറിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് ഇതൊരു ക്ലാസിക്കൽ ഡാൻസാണ്. 8 ക്ലാസിക്കൽ ഡാൻസാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് തന്നെയാണ് ഈ ഒരു ഭരതനാട്യം എന്ന് പറയുന്നത്. ദിസ് ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് എക്കാരിയ. ആസ് വൺ ഡാൻസർ പെർഫോം മെനി റോൾസ് ഇൻ എ സിംഗിൾ പെർഫോമൻസ്. എക്കഹാരിയ എന്ന് ഈ ഭരതനാട്യത്തിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. ഒരു ഡാൻസർ തന്നെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. മെനി റോൾസ് ചെയ്യുന്നുണ്ട്, പിന്നെ സിംഗിൾ പെർഫോമൻസ് ആണുള്ളത്. ഒരു സിംഗിൾ പെർഫോമൻസിൽ മെനി റോൾസ് ചെയ്യുന്നുണ്ട്, സിംഗിൾ ഡാൻസറാണ്, വൺ ഡാൻസർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൻസർ ശരി തന്നെയാണ്. ഇനി അടുത്തത് ദ നാട്ടുവാനാർ ഈസ് വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഓഫ് സ്റ്റഡി ഓഫ് ദ ടെക്നിക് ആൻഡ് ഗ്രാമർ ഓഫ് ബോഡി മൂവ്മെൻറ്റ് ഇൻ ഭരതനാട്യം ഡാൻസ്. ശരിക്കും പറഞ്ഞാൽ ഭരതനാട്യം ഭരത് മുനി എന്ന് പറയുന്ന ഇതിനാണ് എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, അപ്പോൾ ആ ഒരു ആൻസർ തെറ്റാണ്. അഭിനവ ദർപ്പണ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അഭിനവ ദർപ്പണ ബൈ നന്ദികേശ്വര. അഭിനയ ദർപ്പണ എന്ന് പറയുന്ന ആ ബുക്കിൽ നിന്നാണ് ഈ ബോഡി മൂവ്മെൻറ്റ്, ഭരതനാട്യത്തിൻ്റെ ബോഡി മൂവ്മെൻറ്റിൻ്റെ ഗ്രാമറും അതിൻ്റെ ടെക്നിക്സും ഒക്കെ പഠിക്കുന്ന ടെക്സ്റ്റൽ ബുക്ക് എന്ന് പറയുന്നത് അഭിനവ ദർപ്പണയാണ്. ബൈ നന്ദികേശ്വരാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് ഈ ഭരതനാട്യം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നാട്ടുവനാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് തെറ്റാണ്. നാട്ടുവനാർ എന്ന് പറയുന്നത് എന്താണ്? നാട്ടുവനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യുന്ന, ഇപ്പം ഡാൻസിൻ്റെ പാടുന്ന അവരെയാണ് നമ്മൾ നാട്ടുവനാർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. രണ്ടാമത്തെ ആൻസർ മാത്രമാണ് ശരി. പിന്നെ ഈ ഭരതനാട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭരതനാട്യം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് താഞ്ചൂറിലാണ്. താഞ്ചൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 8 ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഇന്ത്യ whose origin can be traced to ഭരതമുനി നാട്യശാസ്ത്ര. The Abhinava Darpana by Nandikeshwara is the main sources of textile material for the study of the technique and grammar body movement in the Bharatanatyam dance. This accompanying the orchestra during the performing consists of violinists. അവർ ഈ ഭരതനാട്യത്തിൻ്റെ കൂടെ വോക്കലിസ്റ്റ് ഉണ്ടാവും,
മൃദംഗം പ്ലെയർ ഉണ്ടാവും, വയലിനിസ്റ്റ് ഉണ്ടാവും, ഫ്ലൗട്ടിസ്റ്റ് ഉണ്ടാവും, സിംബൽ പ്ലെയറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നാട്ടുവാനാർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കണ്ടക്ട് ദ ഡാൻസ് റിസൈറ്റേഷൻ ഈസ് കോൾഡ് നാട്ടുവാനാർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസി ലിബ്രാസ് എന്ന് പറയുന്ന സംഭവം റീസെൻ്റ്ലി ഒരു ന്യൂസിലുണ്ടായിരുന്നു. എന്താണ് ഇത്, ആരാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ക്രിപ്റ്റോ കറൻസി നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിജിറ്റൽ കറൻസി. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ലിബ്രാസ് എന്ന് പറയുന്നത് ആരാണ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തത് എന്നാണ്. അത് എല്ലാവർക്കും അറിയാം ഫേസ്ബുക്ക് തന്നെയാണെന്ന്. ഫേസ്ബുക്കാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഫേസ്ബുക്ക് ഈസ് അനൗൺസ്ഡ് ലോഞ്ച് ഓഫ് ക്രിപ്റ്റോ കറൻസി ലിബ്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. എപ്പോഴും ന്യൂസിലുണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഇത് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? ഫസ്റ്റ് ഇത് കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനാണ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, കറക്റ്റാണോ അല്ല നോട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്നും നോട്ട് കറക്റ്റ് ആണെങ്കിൽ നോട്ട് കറക്റ്റ്. അപ്പോൾ കറക്റ്റ് എന്നുള്ളത് ഫസ്റ്റ് ഇങ്ങനെ സിമ്പിൾ കൊടുക്കാം. എന്നിട്ട് എന്താണ് ഇതിൻ്റെ പോയിന്റ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് അതോറിറ്റീനെ കുറിച്ചിട്ടാണ് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ഇത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആണോ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ എന്നുള്ളതാണ്. ഇത് ഹോം മിനിസ്റ്ററാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ് ഇതിൽ ചെയർ ചെയ്യുന്നതാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി തന്നെയാണ്, പക്ഷേ ഹോം മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്ററാണ് ഇതിനെ ചെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവിൽ. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ പ്രൈമറി പർപ്പസ് ടു കോർഡിനേറ്റ് റെസ്പോൺസ് ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഇൻ ഇന്ത്യ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ ഡിസാസ്റ്റർ റെസിലിയൻസ് ആൻഡ് ക്രിസിസ് റെസ്പോൺസ്. അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ പ്രൈമറായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ തന്നെയാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സോ വന്നു കഴിഞ്ഞാൽ റെസ്പോൺസ് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസാസ്റ്റർ ക്രിസിസ് റെസ്പോൺസിന് വേണ്ടിയിട്ട്, ഡിസാസ്റ്റർ റെസിലിയൻസിന് വേണ്ടിയിട്ട് കപ്പാസിറ്റി ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ ഇത് കറക്റ്റ് തന്നെയാണ് രണ്ടും. ഇറ്റ്സ് ഗൈഡ്ലൈൻ ആർ ഫോളോഡ് ബൈ ദ സ്റ്റേറ്റ് അതോറിറ്റി ഫോർ പ്രിപ്പയറിംഗ് ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ്. ഇതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 2ഉം 3ഉം എന്നുള്ള ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2ഉം 3ഉം ആണ്. ഡി ആണ് വരുന്നത്. അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എപെക്സ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ് വാസ് ഒഫീഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2006 അക്കോർഡിംഗ് വിത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചെയർപേഴ്സൺ ആൻഡ് ഈസ് കൺസിസ്റ്റ് ഓഫ് 9 മെമ്പേഴ്സ്. അപ്പോൾ 2006 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അക്കോർഡിംഗ് വിത്ത് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005. പ്രൈം മിനിസ്റ്ററാണ് ചെയർപേഴ്സൺ, അതിൽ 9 മെമ്പേഴ്സ് കൂടെ ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു ദ സോവറിയൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. ഇതിൽ വിച്ച് ഈസ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ. എന്താണ് ഓപ്ഷൻ ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്തതാണ്, നോട്ട് കറക്റ്റ്. ഇനി നമ്മളെ പോയിൻ്റ് എന്താണ്? സോവറിയൻ ഗോൾഡ് ബോണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അതിൽ നോട്ട് കറക്റ്റ് അല്ലാത്തത് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. These are gold denominated government security issued by Reserve Bank of India behalf of the government. ഇതൊരു ഗോൾഡ് ഡിനോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റി ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബിഹാഫിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. പിന്നെ ദീസ് ബോണ്ട്സ് ഹാവ് ബീൻ ടെന്യൂർ ഓഫ് 8 years വിത്ത് എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ഫ്രം 5th ഇയർ. ഇത് 8 വർഷം ഇതിന് ഓപ്ഷൻ ടെന്യൂർ ഉണ്ട്. 5th വേണമെങ്കിൽ ഇതിന് എക്സിറ്റ് ചെയ്യാം. ഇതും അബ്സല്യൂട്ട്ലി കറക്റ്റ് തന്നെയാണ്. ഇൻവെസ്റ്റർ കൻ ബൈ ദീസ് ബോണ്ട് ഓൺലി ഫ്രം ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് അതർ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിന് ആൻസർ വരുന്നത്, സി. ഇനി അടുത്തത് ഡി എന്നുള്ള ഓപ്ഷൻ മിനിമം പെർമിസബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് യൂണിറ്റ് ഓഫ് ദിസ് ബോണ്ട് ഈസ് 1 gram ഓഫ് ഗോൾഡ്. അതും കറക്റ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. അപ്പോൾ ഈ സിയുടെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. Investor can buy this bond through designated scheduled commercial bank except small finance bank and payment bank. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ തന്നെ സ്മോൾ ഫിനാൻഷ്യൽ ബാങ്കും പേയ്മെൻറ്റ് ബാങ്കിൽ നിന്നും വാങ്ങിക്കാൻ പറ്റില്ല. കൊമേഴ്ഷ്യൽ ബാങ്കിൽ അതർ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നേ പറ്റുള്ളൂ. പിന്നെ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ ഡെസിഗ്നേറ്റഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ ഈ ബോണ്ട് വാങ്ങിക്കാൻ പറ്റും. ദീസ് ബോണ്ട് ക്യാൻ ബി ബ്രോട്ട് ത്രൂ ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ബോംബെ എക്സ്ചേഞ്ച്.
ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ദ ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്, ഷെഡ്യൂളിനെ കുറിച്ച്. സെക്കൻഡ് കീ പോയിന്റ് എന്ന് പറയുന്നത് ഷെഡ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിച്ച് ഫോളോയിങ് പേഴ്സ് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത്. കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തേർഡ് ഷെഡ്യൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തത് ഫിഫ്ത്ത് ഷെഡ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തത് സെക്കൻഡ് ഷെഡ്യൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ തേർഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ തേർഡ് അലോക്കേഷൻ ഓഫ് സീറ്റ് ഇൻ ദ രാജ്യസഭ ടു ദ സ്റ്റേറ്റ്. ഇത് ശരിയാണോ? ഫിഫ്ത്ത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ആസാം. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ തേർഡ് ഷെഡ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. തേർഡ് ഷെഡ്യൂൾ പറയുന്നത് ഓത്ത് ഓഫ് ഓഫീസാണ്. അപ്പോൾ 3-0 എന്നാണ്, 3-0 നമുക്ക് കണക്കാക്കാം. ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എസ് ആണ് ഇതിൽ വരുന്നത്. എസ് ഒരു കീവേഡാണ്. എസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് അതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഷെഡ്യൂൾ ട്രൈബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ ട്രൈബ്സ് ഏരിയാസ് ഇൻ ആസാം എന്നാണ്. ആസാം ഇത് വരുന്നത് 6th ഷെഡ്യൂളാണ്. ഇനി അടുത്തത് സെക്കൻഡ് പ്രിവിലേജസ് ഓഫ് ഗവർണേഴ്സ്. പ്രിവിലേജസ് ഓഫ് ഗവർണർ വിച്ച് അത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഗവർണേഴ്സിൻ്റെ പ്രിവിലേജസ് ആണ്. സെക്കൻഡ് വരുന്ന ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഗവർണേഴ്സിൻ്റെ ഒരു പ്രിവിലേജസ് ആണ്. ഇപ്പോൾ 2 എന്ന് എഴുതുമ്പോൾ ജി പോലെ വരുന്നില്ലേ ഗവർണേഴ്സ്, അപ്പോൾ അതാണ് നമുക്ക് ഓർമ്മയിരിക്കേണ്ടത്. അത് ശരി തന്നെയാണ് 2. അപ്പോൾ 3 ആണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്. 1ഉം 2ഉം കറക്റ്റല്ല. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. 3 ഓൺലി ഈസ് എ കറക്റ്റ്. സി ഈസ് ദ ഓപ്ഷൻ. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. The third schedule contained form of oath or affirmation for union ministers. Oath and affirmation of union ministers. Candidate for election to the parliament. Election to the parliament. Members of the parliament and judges of Supreme Court and CAG, Controller and Auditor General. State ministers. പിന്നെ കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷൻ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, കാൻഡിഡേറ്റ് ടു ദ ഇലക്ഷൻ ടു ദ പാർലമെൻറ്റ്, അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ടു ദ ഇലക്ഷൻ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഉണ്ട്. പിന്നെ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഉണ്ട്, അതേപോലെ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഉണ്ട്. പിന്നെ സുപ്രീം കോർട്ട് ജഡ്ജസ് ഉണ്ട്, അതേപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജസ് ഉണ്ട്. പിന്നെ അടുത്തത് ഇതൊക്കെയാണ് ഓത്ത് ആൻഡ് ഓഫീസിൽ ഈ ഒരു ഷെഡ്യൂളിൽ വരുന്നത്, 3 ഷെഡ്യൂളിൽ വരുന്നത്. ഇനി അടുത്തത് 5th ഷെഡ്യൂളിലാണ്. 5th ഷെഡ്യൂളിൽ എന്താണ് പറയുന്നത്? അതിൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ, അത് ഷെഡ്യൂൾ ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോളിനെ കുറിച്ചിട്ട് ഉള്ള പ്രൊവിഷൻസ് ആണ് 5th ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ദീസ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ആസാം ഡീൽ വിത്ത് 6th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ആസാം ഡീൽ ചെയ്യുന്നത് ഏതാണ്? 6th ഷെഡ്യൂളാണ്. The provision relate to emoluments, allowance, privileges of governors of the states deal with the 2nd schedule of the constitution. അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 3 ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. ഇനി റിഗാർഡിങ് ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ ആണ്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻസിനെ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ഡിമാൻഡ് ഫോർ ലാൻഡ് റവന്യൂ വാസ് പെർമനൻ്റ്ലി ഫിക്സ്ഡ് വിത്ത് സെമിന്ദാസ് ഹു ആർ കൺസിഡേർഡ് ആസ് എ ഓണേഴ്സ് ഓഫ് ദ എൻ്റയർ ലാൻഡ് ദെയർ സെമിന്ദാരി. ദർ ഈസ് നോ ഹെറിഡിറ്ററി. ഇത് കറക്റ്റ് തന്നെയാണ് ഈ ഓപ്ഷൻസ്. അടുത്തത് ദർ വാസ് നോ ഹെറിഡിറ്ററി റൈറ്റ് ഓൺ ദ ലാൻഡ് ആസ് റവന്യൂ കോൺട്രാക്ട് ഫിക്സ്ഡ് വിത്ത് പെർട്ടിക്കുലർ സെമിന്ദാസ് ആൻഡ് കോൺട്രാക്ട് എൻറ്റർഡ് ഇൻ ഈസ്റ്റ്. ഇത് തെറ്റായ ഓപ്ഷനാണ്. ഹെറിഡിറ്ററി ഉണ്ട്. സെമിന്ദാസ് ഡെത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ ആൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ലാൻഡ് റവന്യൂ അടക്കാതിരുന്നു കഴിഞ്ഞാലാണ് അതിൻ്റേതായ പ്രശ്നസ് ഉള്ളത്. അപ്പോൾ ഇത് ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്തത് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ ബംഗാൾ ആൻഡ് ബീഹാർ. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബംഗാൾ ബീഹാർ. ഇത് ശരിയാണോ എന്നുള്ളതാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ആൻസർ. 1ഉം 3ഉം ശരിയായിട്ടുള്ള ആൻസർ. വിച്ച് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ചിഹ്നമാണ് വരേണ്ടത്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. സി ഓപ്ഷൻ ഈസ് കറക്റ്റ്. ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് വാസ് ഫിക്സ്ഡ് വിത്ത് സെമിന്ദാസ്. ദ ഹാഡ് ടു പേ ഫിക്സ്ഡ് upon it. So as long as paid has to tax remain owner of his land, he could sell, transfer or mortgage it. After his death, his land could inherited by his heirs. But if they failed to pay the tax, the government could take away his land and sell by auction.
Under the permanent settlement, the government decided that land revenue should be fixed permanently and the government promised never to increase the future. It was made semindas. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ് ഈ ഒരു നോട്ട് എടുത്തിട്ടുള്ളത്. വിത്ത് റെഫറൻസ് ടു ദ ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെയെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര സത്താരയിലാണ് അദ്ദേഹം ജനിച്ചത്. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനെന്നുള്ളതാണ്. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ജ്യോതിറാവു ഫൂലെനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മൈൻഡ് എപ്പോഴും അങ്ങനെ മഹാരാഷ്ട്രയിലേക്ക് പോയിരിക്കണം, മഹാരാഷ്ട്രയിലെ എഡ്യൂക്കേഷനിലേക്ക് പോയിരിക്കണം. കാരണം ജ്യോതിറാവു ഫൂലെയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എഡ്യൂക്കേഷനാണ് പറയുന്നത്. പിന്നെ വുമണിനെ പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൈൻഡിൽ വരേണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഒരു സോഷ്യൽ റീഫോമർ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വാസ് എ സോഷ്യൽ റീഫോമർ ഹൂസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് റാഡിക്കേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി ആൻഡ് വുമൻ എഡ്യൂക്കേഷൻ. ഇത് വളരെ കറക്റ്റായ ആൻസറാണ്. ഹി ഫൗണ്ട് സത്യശോധക് സമാജ് വിച്ച് എയിംഡ് ടു സ്പ്രെഡ് റാഷണൽ തിങ്കിങ് എമംഗ് ദ പീപ്പിൾസ്. വെരി കറക്റ്റ്. ഫ്യൂലെ വാസ് ഗിവൺ ടൈറ്റിൽ മഹാത്മാ ബാലഗംഗാധര തിലക്. അദ്ദേഹം അല്ല ചെയ്തത് റെക്കഗ്നൈസേഷൻ ഓഫ് സെൽഫ്ലെസ് സർവീസ് ടു ഹ്യൂമാനിറ്റി ചെയ്ത് റെക്കഗ്നൈസേഷൻ കറക്റ്റാണ്, പക്ഷേ ബാലഗംഗാധര തിലകല്ല. അപ്പോൾ ഇതിൻ്റെ 3 എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ 3 എന്ന് വരുന്നതൊക്കെ തെറ്റാണ്. 1, 2, 3. പിന്നെ ഈ 1 ഉള്ളിയല്ല, 1, 2 ശരിയാണ്. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇനി നമ്മൾക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ജ്യോതിറാവു ഫൂലെ വാസ് ബോൺ ഇൻ 1827 1827 സത്താറ ഡിസ്ട്രിക്റ്റിലാണ്, ഈ മഹാരാഷ്ട്രയിലെ സത്താറ ഡിസ്ട്രിക്റ്റിലാണ് ജ്യോതിറാവു ഫൂലെ ജനിച്ചത്. ഹി വാസ് ഗിവൺ ടൈറ്റിൽ മഹാത്മാ ഇൻ 1880 1888 മഹാത്മാ എന്നുള്ള ടൈറ്റിൽ നൽകിയത്. വിത്തൽറാവു കൃഷ്ണാജി വന്ദേക്കർ എന്ന് പറയുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു ടൈറ്റിൽ നൽകിയത്. മഹാരാഷ്ട്രയിലെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. 1873 ജ്യോതിറാവു ഫൂലെ സത്യശോധക് സമാജക് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഒരു സൊസൈറ്റി ഓഫ് സീക്കേഴ്സ് ഓഫ് ട്രൂത്ത് ഫോർ ദ റൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഡിനൗൺസസ് ക്ലാസ് സിസ്റ്റം ആൻഡ് സ്പ്രെഡ് റാഷണൽ തിങ്കിങ്. ഫൂലെ വർക്ക് ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് സിസ്റ്റം. Eradication of untouchability and caste system, emancipation and empowerment of women, and reforms in Hindu family life, so on. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജ്യോതിറാവു ഫൂലെനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണത്. ഇനി അടുത്തത് all international treaties and agreement which India is a part and negotiated and concluded on behalf of the Minister of External Affairs. ഈ എക്സ്റ്റേണൽ അഫെയർസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ എല്ലാ ഇൻ്റർനാഷണൽ ട്രീറ്റും അഗ്രിമെൻറ്റും നെഗോഷിയേറ്റും കൺക്ലൂഡ് ചെയ്യുന്നത് പ്രസിഡൻറ്റിൻ്റെ ബിഹാഫിലാണ്. ഈസ് വെരി റോങ് ആൻസർ. Which proclamation of national emergency in operation, so no coordinates can be issued on the state subject. ഇതും ആൻസർ ശരിയല്ല. അപ്പോൾ ഇതിൽ ഡി എന്ന ആൻസറാണ് കറക്റ്റായി വരുന്നത്. neither 1 nor D, nor 2. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കാം. ഡ്യൂറിങ് ദ നാഷണൽ എമർജൻസിനെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. നാഷണൽ എമർജൻസി എന്ന് പറയുമ്പോൾ പാർലമെൻറ്റാണ് ലോസ് മേക്ക് ചെയ്യുന്നത് ഓൺ എനി സബ്ജക്റ്റ് enumerated in state list. The laws made by the parliament on state subject became inoperative in 6 months after the emergency was ceased to operate. While proclamation of national emergency is in operation, the president can issue the ordinance on the state subject too, if the parliament is not section. അപ്പോൾ വൈൽ ദ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഇൻ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പ്രസിഡൻ്റാണ് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഓൺ ദ സ്റ്റേറ്റ് സബ്ജക്റ്റിൽ. അപ്പോൾ പാർലമെൻറ്റ് ആ സമയത്ത് നോട്ട് സെക്ഷനിലുള്ള സമയമാണല്ലോ, ആണെങ്കിലാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ട്രീറ്റും അഗ്രിമെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ബട്ട് ആ ഒരു കാര്യം സബ്ജക്റ്റ് പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമാണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് നാഷണൽ എമർജൻസി ആൻഡ് international treaty and agreement negotiation. ഇനി അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് അബൌട്ട് രാഷ്ട്രീയ വയോശ്രീ യോജന. രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ എന്താണ് രാഷ്ട്രീയ വയോശ്രീ യോജന?
കൺസിഡർ ദ ഫോളോയിങ് അബൌട്ട് രാഷ്ട്രീയ വയോശ്രീ യോജന. രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചൊക്കെ കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. രാഷ്ട്രീയ വയോശ്രീ യോജന എന്നാണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇറ്റ് എയിംഡ്, വയോശ്രീ എന്ന് പറയുമ്പോൾ തന്നെ ഓൾഡ് ഏജ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വയോശ്രീ എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ കണ്ടീഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഹെൽപ്ഫുൾ എന്നുള്ളതാണ് നോക്കേണ്ടത്. It aims to provide aids and assisted living to devices to senior citizens belonging to the അപ്പോൾ സീനിയർ സിറ്റിസൺസിന് ലിവിങ് എയ്ഡ്സും ആൻഡ് അസിസ്റ്റഡ് ലിവിങ് ഡിവൈസും നൽകുന്നതാണ് ഇത്. ഇത് ബിലോ പോവർട്ടി ലൈനാണ് ഇതിൽ വരുന്നത്. ബിലോ പോവർട്ടി ലൈൻ. ഇറ്റ് ഈസ് സ്പോൺസേർഡ് ഫ്രം സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ട്. സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ടാണ് ഇത് സ്പോൺസർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അണ്ടർ ദ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർസ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് പരിശോധിച്ചിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം കറക്റ്റ് തന്നെയാണ്. പക്ഷേ മൂന്നാമത്തേന്ന് പറയുന്നത് ഫാമിലി വെൽഫെയർ അല്ല, ശരിക്കും എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ്. രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് അബൌട്ട് രാഷ്ട്രീയ വയോശ്രീ യോജന എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വരേണ്ടത് ഇത് എയ്ഡ് ആൻഡ് അസിസ്റ്റ് നൽകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇത് ആർക്കാണ്? സീനിയർ സിറ്റിസൺ ആണ് നൽകുന്നത്. പക്ഷേ അവർ ബിലോ പോവർട്ടി ലൈൻ ഉള്ളവരായിരിക്കണം. സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫണ്ടാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. പിന്നെ ഇത് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ലിംബിംഗ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇത് പബ്ലിക് സെക്ടർ കമ്പനിയാണ്. ഇത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ല, ഇത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് കീഴിലാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു ദ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. അപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ വേഗം വരണം ഇവിടെ താഴെ. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ കമ്മിറ്റി ഹാസ് ബീൻ സെറ്റപ്പ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കീഴിലാണോ എന്നുള്ളതാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ഫ്രം ദ ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന രീതിയാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഇത് മെയിൻ ഫംഗ്ഷൻ ടു എക്സാമിൻ ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എ എന്നുള്ള ഓപ്ഷനാണ്. 2ഉം 3ഉം ഇത് കറക്റ്റാണ്. ഇതിന് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട്, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ആനുവൽ റിപ്പോർട്ടിൻ്റെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ. ഇത് മെമ്പേഴ്സ് ഓഫ് ഇലക്ഷൻ ഇലക്ട് ചെയ്യുന്നത് പാർലമെൻറ്റ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷനാണ്, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ഈ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ല 1919 പ്രകാരമാണ്. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് 1921 അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 since being existence. The members are elected by the parliament every year from both houses according to the principle of proportion of single transferable vote ആണ് ഇതിൽ ചെയ്യുന്നത്. The function of the committee എന്ന് പറയുന്നത് to examine the annual audit report of the control and auditor general of India which is held before the parliament by the president. നമുക്ക് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കണക്കപ്പിള്ള എന്ന് പറയുന്നത് CAG ആണ്. അപ്പോൾ CAGയുടെ റിപ്പോർട്ട് എക്സാമിൻ ചെയ്യുകയാണ് നമ്മുടെ പബ്ലിക് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പ്രധാന ഉദ്ദേശം. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഇതാണ് 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അത്യാവശ്യം മാർക്കൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു 10 ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻ തന്നെ ശരിയായിട്ട് തന്നെ പഠിക്കുക. വെറുതെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും അറിയണമെന്ന രീതിയിൽ പഠിക്കാതെ ഉള്ള കാര്യം എന്താണോ അത് വ്യക്തമായിട്ട് തന്നെ പഠിക്കുക.